ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/2023. യൂണിവേഴ്സിറ്റി LGS കൂലി വർക്കർ ഓഫീസ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2ലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈ ഇന്ത്യൻസ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇനി 2025 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ്. 2ാം സ്ഥാനത്ത് വന്നത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ്. ഇനി മികച്ച ജനപ്രിയ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രേമലു ആണ്. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അടിയാളപ്രേതം. ഇനി 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവലാണ് ആനോ. അത് എഴുതിയത് GR ഇന്ദുഗോപനാണ്. ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. 2ാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി PS വിഷ്ണുനാഥാണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, EOS-04. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസരീസ് ബിനാലെ നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി ആണ്, 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിക്കിം, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മണിപ്പൂർ. എന്നാൽ തന്നിട്ടുള്ളതിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം തെറ്റാണ്. നിലവിൽ വന്നത് 1948 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. നിലവിൽ വന്നത് 1943 ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 1943 മുതൽ 63 വരെയാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അംബാല, അമൃത്സർ. എന്നാൽ തന്നിട്ടുള്ളതിൽ
പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് മുംബൈ, പൂന, കൊല്ലം, തിരുവനന്തപുരം, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വയനാട്. ദേശീയ ജലപാത 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു, അത് തെറ്റാണ്. അതുപോലെ തന്നെ 1620 കിലോമീറ്റർ നീളമുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. നീളം വരുന്നത് 891 കിലോമീറ്റർ ആണ്. ഈ 1620 കിലോമീറ്റർ എന്ന് പറയുന്നത് NW1ന്റെ നീളമാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പീലിക്കോട്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. PSLV C-52 എന്ന വാഹനമാണ് ഇതിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇത് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയായ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നാണ്, അത് തെറ്റാണ്. ഇത് വിക്ഷേപിക്കുന്നത് 2022 ഫെബ്രുവരി 14 ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 42ാം ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ളതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയായിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിൽ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ഇത് 3ഉം ശരിയാണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ ഗാനം
അംഗീകരിച്ചത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ ആണ് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ എ ആണ് പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ്? ആൻസർ ഓപ്ഷൻ സി ആണ് രാമനമ്പി. കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ കെ ബി മേനോൻ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1809. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നാനാ സാഹിബ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുവാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹണ്ടർ കമ്മീഷൻ. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിനോബ ഭാവെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ആൻസർ ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ആൻസർ ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ആണ് ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1931. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ് പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി നിലവിൽ
കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് VE അബ്ദുൾ ഗഫൂർ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊല്ലം. എന്നാൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിൽ വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ആൻസർ ഓപ്ഷൻ സി ആണ് മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? ആൻസർ ഓപ്ഷൻ സി ആണ് പാലക്കാട് ചുരം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശാസ്താംകോട്ട തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സിക്കാനുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെങ്ങ്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹരിത സസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കാസർഗോഡ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് അന്നപൂർണ. അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹാമറ്റൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അലുമിനിയം. എന്നാൽ ആൽക്കലി ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാർബൺ മോണോക്സൈഡ്. എന്നാൽ കാരണമാകുന്നവയാണ് മീഥേൻ, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ടെലൂറിയം. എന്നാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ഇതൊക്കെ തന്നെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് കമ്പനം. ഇനി മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. -12 1/2 അധികം 1/2 ഈക്വൽ ടു എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് -12. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4/9. ഒറ്റയാനെ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 27. അടുത്ത പദം ഏത്? 1 1 2 3 5 ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 8. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 11. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് 36. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിൽ? ആൻസർ ഓപ്ഷൻ ബി ആണ് 120 കിലോമീറ്റർ. 8 1/4 ലിറ്റർ പാൽ 3/4 ലിറ്ററിന്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 11. 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം അരി കിട്ടും? ആൻസർ ഓപ്ഷൻ ബി ആണ് 1.35 കിലോഗ്രാം. 1 മുതൽ തുടർച്ചയായുള്ള കുറെ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 10. 27:3 ആണെങ്കിൽ 512 ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ് 8. റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വില കിഴിവ് കിട്ടി. 750 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ് 12,220. ഒരു കാറിന്റെ ശരാശരി വേഗത 84 കിലോമീറ്റർ പെർ മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? ആൻസർ ഓപ്ഷൻ സി ആണ് 1400 മീറ്റർ. റൂട്ട് 1764 ഈക്വൽ ടു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 42. 3/5 അധികം 1/3 അധികം 1/15 എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 1. ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 54. 4, 12, 20 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് 60. ആരോഹണ ക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2.7, 3.5, 4, 4.2. മീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16-മതും പിന്നിൽ നിന്ന് 10-മതുമാണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 25. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിന്റെ വയസ്സ് മീനയുടെ വയസ്സിന്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിന്റെ തുക 24 ആണെങ്കിൽ സോനുവിന്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 8.